അപ്പൊ നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിലെ ഏത് ക്വസ്റ്റ്യൻസ് ആണ് PYQ ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിരിക്കുകയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണല്ലേ. അപ്പൊ നമുക്ക് ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്, ആ ചാപ്റ്ററിൽ ഇതുവരെ ചോദിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ PYQs നമുക്ക് കാണാം, എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാണാം. അപ്പൊ എല്ലാം റെഡി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Using integration, find the area of the region bounded by the curves x square plus y square equal to 4, x is equal to root 3y and x-axis lying in first quadrant. ഇവർ പറയുന്ന ഓരോ സെന്റൻസിലും അല്ലെങ്കിൽ ഓരോ വേർഡ്സിലും എന്തുണ്ട്, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ക്വാർട്ടറിൽ ഏരിയ മാത്രം നമുക്ക് മതി. പിന്നെ എന്താണ്, എക്സ് ആക്സിസ് വേണ്ടിയിട്ടാക്കുന്ന ഏരിയ ആണ് വേണ്ടത്. ലൈൻ ഏതാണ്, എക്സ് ഈക്വൽ ടു റൂട്ട് 3y ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 4 എന്ന് പറയുന്നത് ആരാണ്, സർക്കിൾ ആണ് അല്ലേ. മക്കൾ എല്ലാവരും പഠിച്ചതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കൊക്കെ അറിയാം. അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങ് ഫിഗർ വരച്ച് നോക്കുക. ഫിഗർ വരയ്ക്കുന്നതിന് ഏറ്റവും എളുപ്പം ഉണ്ടാവുക. മക്കൾ എന്ത് ചെയ്യുക, ആദ്യം ഫിഗർ വരയ്ക്കുക, സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ച് നമുക്ക് എന്ത് ചെയ്യാം, സർക്കിൾ മാത്രം മതിയോ നമുക്ക്. ഇതാണ് നമ്മുടെ സർക്കിൾ. സർക്കിൾ എന്ന് പറയുമ്പം എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്ന സർക്കിൾ ഇതാണ്. ഇത് മാത്രം പോരാ, നമുക്ക് എന്ത് വേണം, ലൈൻ വരയ്ക്കണം. എക്സ് ഈക്വൽ ടു റൂട്ട് 3y ആണ് ലൈൻ എങ്കിൽ എക്സ് ഈക്വൽ ടു y എന്ന് പറയുന്ന ലൈൻ ഇതിലൂടെ പാസ് ചെയ്യാടാ, അത് ഒറിജിനിലൂടെ പാസ് ചെയ്യും അല്ലേ. സ്ട്രേറ്റ് ലൈൻ ആണ്, ഒറിജിനിലൂടെ പാസ് ലൈൻ ആണ്. എക്സ് ഈക്വൽ ടു y അറിയാമെങ്കിൽ എക്സ് ഈക്വൽ ടു റൂട്ട് 3y ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ലൈൻ വരച്ചാൽ മാത്രം മതി. ഇതാണ് എന്ത്, എക്സ് ഈക്വൽ ടു റൂട്ട് 3y എന്ന് പറയുന്ന ലൈൻ. അപ്പൊ ഇവർ ഫസ്റ്റ് ക്വാഡ്രന്റും ആയിട്ട് ഇവർ രണ്ടുപേരും എക്സ് ആക്സിസും ആയിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് ഉണ്ടാക്കുന്ന ഏരിയ ആണ് നമുക്ക് ആവശ്യം. അപ്പൊ എല്ലാം കൂടി പറയുന്ന സമയത്ത് ഏത് റീജിയനിലെ ഏരിയ നമുക്ക് ആവശ്യം മനസ്സിലായി. ഇത് ഈ കാണിച്ചിരിക്കുന്ന ഏരിയയിലുള്ള ഏരിയ മാത്രമാണ്, ഇത് ഈ കാണിച്ചിരിക്കുന്ന റീജിയൻ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഏരിയ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിങ്ങനെ ചുമ്മാ പോയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ, പറ്റില്ല. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതെന്ന് പറയുമ്പം മിസ് ഇങ്ങനെ വരക്കുകയാണ്, നമുക്ക് ഇവിടെ കൂടെ താഴത്തേക്ക് വരയ്ക്കണം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും പോർഷൻ എന്താണ്, ഈ ലൈൻ ഉണ്ടാക്കുന്ന ഏരിയ ആണ് ഇത്രയും പോർഷൻ. പക്ഷെ ഇതാണെങ്കിലോ ഇതെന്താണ്, നമ്മൾ സർക്കിൾ ഉണ്ടാക്കുന്ന ഏരിയ ആണ് ഇത്രയും പോർഷൻ. അപ്പൊ ആ രണ്ട് ഏരിയയും കൂടെ കണ്ടുപിടിച്ച് സമ്മ ചെയ്താൽ മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ മൊത്തം റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, മിസ് എന്ത് ചെയ്യാം, അതിന് പേര് കൊടുക്കാം. പേര് കൊടുക്കുന്ന സമയത്ത് ഇത് O ആണ്, ഇത് A ആണ്, ഇത് B ആണ്, ഇത് C എന്ന് പേര് കൊടുത്തു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഏരിയ ഓഫ് ദ റീജിയൻ OAC പ്ലസ് ഏരിയ ഓഫ് ദ റീജിയൻ ABC ഏരിയ നമുക്ക് എന്ത് കിട്ടും, മൊത്തം ഏരിയ കിട്ടും കേട്ടോ. അപ്പൊ അതിന് വേണ്ടി നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്പ് തന്നെ കൺസിഡർ ചെയ്യാം. രണ്ട് റീജിയനിലും മിസ് എന്ത് ചെയ്യാം, ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാണ്. അതായത് ഇന്റഗ്രൽ y/dx ആണ് പ്ലസ് ഇന്റഗ്രൽ y/dx ആണ് അല്ലേ. വെർട്ടിക്കൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ എന്താ ഓർഡർ വരിക, ഇന്റഗ്രൽ y/dx ഓർമ്മ വരിക. പിന്നെ എന്താ ആവശ്യം, dx എന്ന് പറയുമ്പോൾ നമുക്ക് എക്സിന് ലിമിറ്റ് വേണം. ഇപ്പൊ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുമ്പം എവിടം മുതൽ എവിടം വരെയാണ് എക്സ് ലിമിറ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടേ. അപ്പൊ അതിന് വേണ്ടി നമുക്ക് പോയിന്റ്സ് ആയിട്ടുണ്ടോ, പോയിന്റ്സ് നമുക്ക് അറിയണമെങ്കിൽ ആലോചിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 4 ആണ് സെക്കൻഡ് ഇക്വേഷൻ എങ്കിൽ ആർ സ്ക്വയറിന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്, 4 ആ ഉള്ളത്. അപ്പൊ ആർ എത്രയായിരിക്കും, 2 ആയിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പം 2 0 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. പിന്നെ ഇത് ഒറിജിൻ ആയതുകൊണ്ട് ഇത് 0 0 ആയിരിക്കും. അപ്പൊ നമുക്ക് അറിയാത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ആരാണ്, സി എന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ് നമുക്ക് അറിയാത്തത്. അപ്പൊ സി എങ്ങനെ കണ്ടുപിടിക്കും, അതായത് മക്കൾ ശ്രദ്ധിക്കുക, ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് അല്ലേ മക്കളെ സി വരിക അല്ലെ. എന്താണോ പോയിന്റ് എയുടെ എക്സ് കോർഡിനേറ്റ് അത് തന്നെയല്ലേ സി വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, പോയിന്റ് എ കണ്ടുപിടിച്ചാൽ പോരെ. പോയിന്റ് എ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു സർക്കിളും ഈ ഒരു ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്. അപ്പൊ ആ സർക്കിളിന്റെ ഇക്വേഷനും ലൈൻ്റെ ഇക്വേഷനും മക്കൾ സോൾവ് ചെയ്യാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4 എന്ന് പറയുന്ന ഇക്വേഷനും എക്സ് ഈക്വൽ ടു റൂട്ട് 3y എന്ന് പറയുന്ന ഇക്വേഷനും മക്കൾ എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റും കിട്ടും വൈ കോർഡിനേറ്റും കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, റൂട്ട് 3y ഈ ഇക്വേഷനിൽ കൊടുക്കാം അല്ലേ. അപ്പൊ എന്ത് വരും, റൂട്ട് 3y ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4 എന്ന് വരും. റൂട്ട് 3y ഓൾ സ്ക്വയർ പറയുമ്പോൾ റൂട്ട് 3 സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ആണ്. റൂട്ട് 3 സ്ക്വയർ 3 ആണ്. 3y സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 4 എന്ന് വരും. 3y സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്, അത് 4y സ്ക്വയർ ആണ്. 4y സ്ക്വയർ ഇസ് ഇക്വൽ ടു 4 എന്ന് വരും. നമുക്ക് y സ്ക്വയർ ആണെങ്കിൽ 4/4 ഇസ് ഇക്വൽ ടു 1 കിട്ടും. y എന്താ കിട്ടുക, പ്ലസ് ഓർ മൈനസ് 1 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്വാർട്ടർ ആയതുകൊണ്ട് തന്നെ y ഇസ് ഇക്വൽ ടു 1 മാത്രം എടുത്താൽ മതി. ബിക്കോസ് എന്താണ്, പോസിറ്റീവ് മാത്രം മതി, നെഗറ്റീവിന്റെ ആവശ്യമില്ല. അപ്പൊ y 1 ആണെങ്കിൽ x എന്തായിരിക്കും, x ഇസ് ഇക്വൽ ടു റൂട്ട് 3y ആണ്. അപ്പൊ x ഇസ് ഇക്വൽ ടു റൂട്ട് 3 ഇൻറ്റു 1 ഇസ് ഇക്വൽ ടു റൂട്ട് 3 ആയിരിക്കും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു പോയിന്റ് കിട്ടി. പോയിന്റ് എ എന്ന് പറയുമ്പോൾ റൂട്ട് 3 1 ആയിരിക്കും. പോയിന്റ് എയുടെ എക്സ് കോർഡിനേറ്റ് എന്താണോ തെറ്റേ താഴെ വരിക സിയില്, അപ്പൊ റൂട്ട് 3 ആയിരിക്കും ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. അതിന് വൈ കോർഡിനേറ്റ് എന്തും ആയിക്കോട്ടെ, റൂട്ട് 3 0 ആയിരിക്കും പോയിന്റ് വരിക. പക്ഷെ എന്താണ്, നമുക്ക് എക്സ് കോർഡിനേറ്റ് മാത്രം മതി അല്ലേ. ഓക്കെ, ബാക്കി നമുക്ക് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത് അല്ലെ, ഇന്റഗ്രൽ y/dx പ്ലസ് y/dx.
പക്ഷെ ഇവിടെയും പ്രശ്നമുണ്ട്, നമുക്ക് എന്തറിയില്ല, വൈ അറിയില്ല അല്ലേ. നമുക്ക് രണ്ടുപേരുടെയും വൈ വേണം. അതിന് മുന്നേ മിസ് ലിമിറ്റ് എഴുതി വെക്കാം. ഫസ്റ്റ് റീജിയനിലെ ലിമിറ്റ് പറയുമ്പം ഇവിടുത്തെ എക്സ് 0-ൽ നിന്ന് √3 പോവാണ്. അപ്പൊ ലിമിറ്റ്സ് ഇങ്ങനെ വരും 0 to √3 വരും. സെക്കൻഡ് റീജിയൻ ആണെങ്കിൽ പറഞ്ഞു നിങ്ങൾ √3-ൽ നിന്ന് 2-ലേക്ക് പോവാണ്. അപ്പൊ √3 to 2 ആണ് സെക്കൻഡ് ലിമിറ്റ് വരാം. ഈ ഫസ്റ്റത്തെ വൈ എന്ന് പറയുന്നത് നമ്മുടെ ഏത് വൈ ആണ്? നമ്മുടെ ലൈനിന്റെ വൈ ആണ് ഫസ്റ്റ്. സെക്കൻഡ് വൈ എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ വൈ ആണ്. അപ്പൊ സർക്കിളിന്റെ വൈ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതായത് x² + y² = 4 ആണെങ്കിൽ നമുക്ക് വൈ വേണ്ടേ അതിൽ നിന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? y² = 4 - x² കൊടുക്കാം. y = √4 - x² കൊടുക്കാം. മക്കൾ വിചാരിക്കും മിസ് പ്ലസ് ഓർ മൈനസ് വേണ്ട വിചാരിക്കും. പക്ഷെ ഫസ്റ്റ് ക്വാർട്ടറിനാണ് നമുക്ക് എന്ത് ചെയ്താൽ മതി? പോസിറ്റീവ് മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെയാണെങ്കിലോ x = √3y എന്ന് പറയുന്ന ലൈൻ നമുക്ക് y വേണ്ടേ? y എന്താ വരിക? y = x/√3. അപ്പൊ നമുക്ക് 2 വൈയും കിട്ടി. മക്കൾ എന്ത് കൊടുക്കുക? ഈ 2 വൈയും ഇവിടെ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇവിടുത്തെ വൈക്ക് പകരം നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇന്റഗ്രൽ 0 to √3 എന്താണ് വൈക്ക് പകരം? ഫസ്റ്റ് റീജിയനിലെ വൈ എന്ന് പറയുമ്പോൾ ലൈൻ്റെ ആണ്. ദാറ്റ് ഈസ് x/√3 dx പ്ലസ് ഇന്റഗ്രൽ √3 to 2 വൈ എന്ന് പറയുമ്പോൾ ഏതാണ്? സർക്കിളിൻ്റെ ആണ്. ഇറ്റ് ഈസ് √4 - x² dx ആണ്. ഈ 1/√3 നമുക്ക് പുറമേക്ക് എടുക്കാം അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ മാത്രമാണ്. മക്കളെല്ലാം ശ്രദ്ധിച്ചിരിക്കുക. ഇന്റഗ്രൽ 0 to √3 x dx പ്ലസ് ഇന്റഗ്രൽ √3 to 2 4 - x², √4 - x² dx. നമുക്ക് ഇതിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാലോ. എന്താണ്? ഇന്റഗ്രൽ √a² - x² dx എന്ന് പറയുമ്പോൾ എന്താണ്? x/2 √a² - x² പ്ലസ് a²/2 sin x x/a. ആ ഫോർമുലയുടെ യൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് സിമ്പിൾ ആണ്. ഇന്റഗ്രൽ x dx ആണ്. ഇറ്റ് ഇസ് x²/2 എന്നറിയാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോവാണ്. അത്രയും മിസ് കൊടുക്കുകയാണ്. 1/√3 ഇൻറ്റു x²/2 ഫ്രം 0 to √3 കൊടുത്തു. മറ്റേ ഇക്വേഷൻ എന്തായിരുന്നു? x/2 √a² - x². അതിന് പകരം എന്താ ഉള്ളത്? 4 - x² പ്ലസ് a²/2 ദാറ്റ് ഇസ് 4/2 സൈൻ വേഴ്സ് x/a ആണ്. x/a എന്ന് പറയുമ്പോൾ എന്താണ്? 2 ആണ്. ലിമിറ്റ് ആണെങ്കിലോ √3 മുതൽ 2 വരെ. ഓക്കെ, ലിമിറ്റ് കൊടുക്കാൻ നമുക്ക് 1/√3 ഇൻറ്റു ഫസ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം? എക്സിന് √3 കൊടുക്കാം. √3² പറയുമ്പോൾ അത് 3 ആണ്. 3/2 വരും. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 0 ആണ്. അപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ വരെ എഴുതിയാൽ മതി. ബാക്കി എന്താ കൊടുക്കേണ്ടത്? ഇങ്ങോട്ടേക്ക് പോവാ, ലിമിറ്റ്സ് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് 2 കൊടുക്കാം അല്ലേ. എന്ത് വരും? 2 കൊടുക്കുമ്പം 2/2 ഇൻറ്റു √4 - x² പറയുമ്പോൾ 2² 4 ആണ്. പ്ലസ് 4/2 2 ആണ്. സൈൻ വേഴ്സ് ഓഫ് 2/2 എന്ന് പറയും. കഴിഞ്ഞ നമ്മുടെ കാര്യമില്ല. മൈനസ് സെക്കൻഡ് ലിമിറ്റ്. എക്സിന് കൊടുക്കണം, √3 കൊടുക്കണം. √3/2 ഇൻറ്റു √4 - √3² എന്താണ്? 3 ആണ് അല്ലേ. പ്ലസ് 4/2 2 ആണ്. സൈൻ വേഴ്സ് ഓഫ് എന്താണ്? എക്സിന് പകരം √3/2. ഇതാണ് സംഭവം അല്ലേ. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ അത്രയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. അതിന് മുന്നേ ഇവിടെ നോക്കുക. 1/√3 ഇൻറ്റു 3/2 പറയുമ്പം ഈ 3 എന്താണ് ശരിക്കും? 3 എന്താ മക്കളെ ശരിക്കും പറയുമ്പോൾ? 3 പറയുമ്പോൾ അത് √3 ഇൻറ്റു √3 അല്ലേടാ. നമുക്ക് √3 കട്ട് ചെയ്യാലോ. അപ്പോൾ ഇതെന്താ വരിക? √3/2 വരും. പിന്നെ ആണെങ്കിലോ 2/2 ഇൻറ്റു √4 - 4 പറയുമ്പം അതെന്താണ്? 0 ആണ്. √0 പറയുമ്പോൾ 0 തന്നെയാണ്. 0 ഇൻറ്റു സംതിങ് അത് 0 തന്നെയാണ്. 2 ഇൻറ്റു സൈൻ വേഴ്സ് ഓഫ് 2/2 എന്താണ്? 1 ആണ്. 2 ഇൻറ്റു സൈൻ വേഴ്സ് ഓഫ് 1 എന്ന് വരും അല്ലേ. 2 ഇൻറ്റു സൈൻ വേഴ്സ് ഓഫ് 1 മൈനസ് √3/2 ഇൻറ്റു √4 - 3 എന്ന് പറയുമ്പോൾ √1 ആണ്. ഇറ്റ് ഇസ് 1 ആണ്. പ്ലസ് 2 ഇൻറ്റു സൈൻ വേഴ്സ് ഓഫ് √3/2. സൈൻ എപ്പോഴാണ് √3/2 കിട്ടുക? സൈൻ π/3 ആകുമ്പോഴാണ്. സെറ്റ് അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? നമുക്ക് ഇവിടെ സൈൻ വേഴ്സ് ഓഫ് 1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ എപ്പോഴാണ് 1 വരിക? സൈൻ്റെ വാല്യൂ π/2 ആകുന്ന സമയം നമുക്ക് π/2 കൊടുക്കാം. ഈ 2 2 കട്ട് ചെയ്ത് മാറ്റാമല്ലോ. അപ്പോൾ ബാക്കി എല്ലാവരും എഴുതിക്കോ നിങ്ങൾ. എന്താ വരിക? √3/2 ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? മൈനസ് √3/2. പിന്നെന്താ? ഈ മൈനസ് പിന്നെന്താ? 2 ഇൻറ്റു π/3 മൈനസ് 2 ഇൻറ്റു π/3. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു പൈ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ എന്തിൻ്റെ മക്കളെ? ഒരു പൈ ഉണ്ട്. യെസ്, ഒരു പൈ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇത്രയല്ലേ വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാം. √3/2 ഉണ്ട്. മൈനസ് √3/2 നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി ആര് മാത്രമേ ഉള്ളൂ? പൈ മൈനസ് 2π/3 മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു 3π - 2π/3 ആണ്. ഇറ്റ് ഈസ് സിമിലർ ടു π/3 ആണ്. കിട്ടിയാലോ? അപ്പൊ ഇത്രയും വരെ ക്വസ്റ്റിന്റെ ആൻസർ എന്താ കിട്ടും? നമുക്ക് π/3 ആണ്. വരും π/3² ഉണ്ട്. നമുക്ക് എന്ത് കിട്ടുക? ഇതിന്റെ ആൻസർ കിട്ടും. ക്ലിയർ ആയില്ലേ മക്കൾക്ക് എല്ലാവർക്കും? അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. റെഡി? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നടക്കാൻ നമുക്ക് എന്താണ്? യൂസിങ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ
ബൗണ്ടഡ് ബൈ ദ ലൈൻ എക്സ് മൈനസ് വൈ പ്ലസ് 1 is equal to 0, x equal to -2, x equal to 3 ആൻഡ് എക്സ് ആക്സിസ്. നമുക്ക് ആദ്യം ഗ്രാഫ് വരയ്ക്കാം. എക്സ് equal to -2 പറയുമ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, 3 പറയുമ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ അല്ലേ. നമുക്ക് എന്താ ആവശ്യം ഇനി? എക്സ് മൈനസ് വൈ പ്ലസ് 1 equal to 0 നമുക്ക് എന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്യണം. അതുകൊണ്ടല്ലേ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുക? എക്സ് മൈനസ് വൈ പ്ലസ് 1 equal to 0 പറയുമ്പോൾ അതിൽ y എന്താ വരിക? y is equal to x plus 1 ആണല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് പോയിന്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എക്സിന് മിസ് 0 കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? y is equal to 0 plus 1 equal to 1 എന്ന് വരും. എക്സിന് -1 കൊടുക്കുകയാണെങ്കിലോ -1 plus 1 equal to 0 ആണ് y വരിക. ഈ രണ്ട് പോയിന്റ് ഉണ്ടല്ലോ. അപ്പൊ 0, 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇത് 0 ആണെന്ന് അറിയാലോ അല്ലെ, നമ്മുടെ ഒറിജിൻ ആണ്. -1, 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഈ രണ്ട് പോയിന്റ്സ് മതി നമുക്ക് എന്ത് ചെയ്യാം? ഇതങ്ങ് പ്ലോട്ട് ചെയ്ത് വരയ്ക്കാലോ. യെസ്, ഇതാണ് ഇവിടെ എന്ത്? എക്സ് മൈനസ് വൈ പ്ലസ് 1 equal to 0 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. അല്ലെങ്കിൽ y is equal to x plus 1 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ഇത് x equal to -2 ആണ്, ഇത് x equal to 3 ആണ്. ഇവര് 3 പേരും കൂടി ഉണ്ടാക്കുന്ന ഏരിയ എന്ന് പറയുന്ന സമയത്ത് ഏതാ വരിക? നമുക്ക് ഏരിയ പറയുന്ന സമയത്ത് മൊത്തത്തിൽ ഇതാണ് വരിക. ഈ ഒരു പോർഷൻ പ്ലസ് ഈ ഒരു പോർഷൻ മൊത്തം. ഓക്കെ, അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്? എക്സ് ആക്സിൽ ഉണ്ടാക്കുന്ന ഏരിയ ആണ്. അതായത് എക്സ് equal to -2, എക്സ് equal to 3, എക്സ് മൈനസ് വൈ പ്ലസ് 1 equal to 0 ആൻഡ് എക്സ് ആക്സിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോർഷനാണ് വരിക. ഇതൊരു റീജിയൻ ആണ്, ഇതൊരു റീജിയൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടിന്റെ ഏരിയ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. രണ്ടും കൂടെ സം ചെയ്താൽ മാത്രം പോരേടാ, അത് മാത്രം പോരെ നമുക്ക്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? അതായത് ഇന്റഗ്രൽ y dx പ്ലസ് ഇന്റഗ്രൽ y dx. അതായത് ഫസ്റ്റ് പോർഷനിൽ മിസ് എന്ത് ചെയ്തു? ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്തു. സെക്കൻഡ് പോർഷനിൽ എന്ത് ചെയ്തു? ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്തു. അപ്പൊ dx ലിമിറ്റ് വേണ്ടേ? ഫസ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ -2 മുതൽ -1 വരെ, സെക്കൻഡ് പോർഷൻ എന്ന് പറയുമ്പോൾ -1 മുതൽ 3 വരെ. ഇനി നമുക്ക് എന്ത് വേണം? വൈക്ക് കൊടുക്കണ്ടേ? വൈക്ക് എന്തായിരുന്നു? x plus 1 ആണ്. അപ്പൊ x plus 1 കൊടുത്തോ. ഇന്റഗ്രൽ -2 to -1 x plus 1 dx പ്ലസ് ഇന്റഗ്രൽ -1 to 3 x plus 1 dx. ഇന്റഗ്രേറ്റ് ചെയ്തോ. ഇനി എക്സിന്റെ ഇന്റഗ്രൽ പറയുമ്പോൾ x²/2 ആണ്. 1-ൻ്റെതാണെങ്കിൽ x ആണ്. ഫ്രം -2 to -1. ഇതാണെങ്കിലോ x²/2 സെയിം തന്നെയാണ്. ലിമിറ്റ് മാറുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, സെയിം തന്നെ. അപ്പൊ നമുക്ക് ചെയ്യാം. അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് മക്കൾ എന്ത് ചെയ്യുക? ചുമ്മാ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് മൈനസ് കൊടുക്കുകയാണെങ്കിൽ -1² പറയുമ്പോൾ ഇറ്റ് ഇസ് 1/2 ആണ്. -1 വരും. മൈനസ് എന്തുണ്ട്? സെക്കൻഡ് ലിമിറ്റ് ആയിട്ടുള്ള 2 കൊടുക്കണം. 2² പറയുമ്പോൾ 4/2 ആണ്. 2 ആണ്. 2 + -2 വരും അല്ലെ. 2 - 2 വരും. ദാറ്റ് ഇസ് 2 + -2 രണ്ട് സെയിം തന്നെയാണ് അല്ലേ. പിന്നെ എന്താ ചെയ്യാം? നമുക്ക് പ്ലസ് സെക്കൻഡ് പോർഷനിലെ ഏരിയ വേണ്ടി നമുക്ക് എന്താണ്? സെക്കൻഡ് പോർഷനിലെ ഏരിയ ഫസ്റ്റ് 3 കൊടുക്കണം അല്ലെ. 3² 9/2. പിന്നെ എന്താണ്? +3 മൈനസ് നെഗറ്റീവ് എന്ത് കൊടുക്കണം? -1 കൊടുക്കണം അല്ലേ. -1 സ്ക്വയർ 1 ആണ്. 1/2 ആണ്. -1. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ മക്കളെ? നമ്മൾ ആദ്യം എന്ത് കൊടുത്തു? 3 കൊടുത്തു, പിന്നെ -1 കൊടുത്തു. അത്ര മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. യെസ്, സെറ്റ് അല്ലേ എല്ലാവർക്കും? യെസ്. അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യാൻ സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം. 2 + -2 എന്താണ്? 0 ആണ്. നോക്കേണ്ട ആവശ്യമില്ല. 1/2 -1 എന്ന് പറയുമ്പം -1/2 ആണ്. ഇത് ഫസ്റ്റ് റീജിയൻ ആണ്. ഇത് സെക്കൻഡ് റീജിയൻ ആണ്. സെക്കൻഡ് ആണെങ്കിലോ 9/2 + 3 പറയുമ്പോൾ ഇറ്റ് ഇസ് 9 + 6/2 ആണ്, വിച്ച് ഇസ് 15/2 ആണ്. ഇതാണ്. പിന്നെ എന്താണ്? 1/2 -1 എന്ന് പറയുമ്പോൾ -1/2 ആണ്. പുറത്ത് മൈനസ് ഉണ്ട്. -1/2 വരും. ആലോചിക്കുക, ഈ ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്ന സമയത്ത് ഇത് എവിടെയാ ഉള്ളത്? എക്സ് ആക്സിന് താഴെയാ ഉള്ളത്. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? ഏരിയ നെഗറ്റീവ് അല്ലേ കിട്ടിയത്. ഇവിടെ -1/2 അല്ലേ കിട്ടിയത് ഏരിയ. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഏരിയ നെഗറ്റീവ് ആവാൻ പാടില്ല. ബിക്കോസ് റീജിയൻ താഴെ ആയതുകൊണ്ടാണ് ഏരിയ വന്നത് നെഗറ്റീവ് ആയിട്ടല്ലേ. അപ്പൊ അങ്ങനെ കേസ് നമ്മൾ എന്ത് ചെയ്യണം? മോഡ്ലെസ് എടുക്കണം. ദാറ്റ് ഇസ് കിട്ടിയ ഏരിയയുടെ എന്ത് ചെയ്യുക മക്കൾ? മോഡ്ലെസ് എടുക്കുക. എന്താക്കി മാറ്റുക? പോസിറ്റീവ് ആക്കി മാറ്റുക. അപ്പൊ എന്ത് വരും? -1/2 എന്തായിട്ട് മാറി? 1/2 ആക്കി മാറ്റി. 15/2 വന്നു. 1/2 വന്നു. അപ്പൊ എല്ലാം കൂടി വരികയാണെങ്കിൽ 15 + 1 + 1 പറയുമ്പോൾ 17/2 ആണ്. സോ ദ ആൻസർ വിൽ ബി 8.5 സ്ക്വയർ യൂണിറ്റ്. ഇതാണ് 8.5 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. അത്രയും ഏരിയ ആണ് നമുക്ക് എന്ത് കിട്ടുക? ഫൈനലി ആൻസർ കിട്ടുക. ഈ ഒരു മോഡ്ലെസ് എടുക്കുന്ന കാര്യം മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നല്ല രീതിക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം പെട്ടെന്ന്. റെഡി? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്സ് x² = y, y is equal to x + 2 ആൻഡ് x ആക്സിസ് യൂസിങ് ഇന്റഗ്രേഷൻ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് പ്ലോട്ട് ചെയ്യാം അല്ലേ. നോക്കിക്കേ എല്ലാവരും. x² = y എന്ന് പറയുന്നത് പരാബോളയാണ്. x² = y എന്ന് പറയുന്ന സമയത്ത് ഒന്നുകിൽ പരാബോള ഇങ്ങനെ വരിക, ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും.
എക്സ് സ്ക്വയർ ഈക്വൽ ടു പോസിറ്റീവ് വരുന്നതെങ്കിൽ എപ്പോഴും മനസ്സിലാക്കുക, എപ്പോഴും പരാബോള എന്തായിരിക്കും, മേലോട്ടായിരിക്കും നമുക്കറിയാം അല്ലെ, മേലോട്ടുള്ള പരാബോള ആയിരിക്കും. ഇതാണ് എന്ത് മക്കളെ, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത്. നമുക്ക് വേറെ എന്താ ആവശ്യം, വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ആവശ്യമുണ്ട് അല്ലേ. വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വരക്കണം, നമുക്ക് എന്ത് വേണം, പോയിന്റ്സ് വേണം. നമുക്ക് ആദ്യം കൊടുക്കാം, എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് വൈ എന്താണ് 2 ആണ്, എക്സിന് -2 കൊടുക്കുന്ന സമയത്ത് വൈ എന്താണ് 0 ആണ്. അപ്പോൾ 0 2 എന്ന് പറഞ്ഞ പോയിന്റും -20 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കിട്ടി. ഇതെന്താണ് 0 2, ഇത് 0. അപ്പം നമുക്ക് ഈ 2 പോയിന്റ്സ് മതി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിട്ട് ലൈൻ വരയ്ക്കാം. അതാണ് എന്ത്, y is equal to x plus 2. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ ബൗണ്ട് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് ആവശ്യമല്ലേ. y is equal to x plus 2ഉം x square equal to y കൂടെ ഉണ്ടാക്കുന്ന ഏരിയ ആണ് ആവശ്യം. ആലോചിക്കുക, ഏരിയ ഓഫ് ദ റീജിയൻ എന്ന് പറയുമ്പോൾ അണ്ടർ ദ കേഴ്സിൽ നമുക്ക് എപ്പോഴും ആവശ്യം, അതായത് ഇവർ രണ്ടിടെയും അണ്ടറുള്ള ഏരിയ എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ താഴെ ഏതാ ഉള്ളത്, ഏതാ ഏരിയ വരുന്നത് നമുക്ക് ആലോചിച്ച്, ഈ കാണുന്ന ഏരിയ മാത്രം മതി. ഈ കാണുന്ന ഏരിയ മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഇവിടം മുതൽ ഇവിടം വരെ എന്ന് പറയുന്നത് ഏത് ഏരിയ ആണ്, ലൈൻ്റെ ഏരിയ ആണ്. ഇവിടം മുതൽ ഇവിടം വരെയാണ് സർക്കിളിൻ്റെ ഏരിയ വരുന്നത്. നമുക്ക് രണ്ടും കൂടെ വേണ്ടേ, രണ്ടും കൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് അറിയാൻ മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 2 പ്രാവശ്യം വൈ ഡി എക്സ് എടുക്കുക, 2 വേർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക, 2 റീജിയനിൽ ഇന്റഗ്രൽ വൈ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ വൈ ഡി എക്സ്. ഓക്കെ അല്ലേടാ, ഓക്കേടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക, ഇത് -2 0, ഇത് 0 ആണ്. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഏതാ വരിക, ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ഈ പോയിന്റ് ഏതാ വരിക, എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക. ഈ പോയിന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ -1 ആണ് കിട്ടുക. ഓക്കെ, നമ്മൾ എക്സിന് -1 കൊടുക്കുകയാണെങ്കിൽ -1 + 2 എന്ന് പറയുന്ന സമയത്ത് എന്താ വരിക, y is equal to 1 ആ വരിക. ഓക്കെ, -1 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഏത് നമ്മളിത് സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈയും വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് -1 ആയിരിക്കും കിട്ടുക പോയിന്റ് കേട്ടോ. എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും കിട്ടുക, -1. അപ്പോൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലിമിറ്റ് മനസ്സിലായി, -2 നിന്ന് -1ലേക്ക് പോവാണ്. സോ ദ റീജിയനിൽ -2 മുതൽ -1 വരെയാണ്. സെക്കൻഡ് പറയുമ്പോൾ എന്താണ്, -1 മുതൽ 0 വരെ പോകുന്നു. ഓക്കെ, നോക്കി എന്ത് വേണം, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ y എന്ന് പറയുമ്പോൾ ഏതാണ്, ലൈൻ്റെ y ആണ്, ഇറ്റ് ഇസ് എക്സ് പ്ലസ് 2 ആണ്. ദറ്റ് ഇസ് ഇന്റഗ്രൽ -1 to 1 ലൈൻ്റെ ആണ് എക്സ് പ്ലസ് 2 dx. സെക്കൻഡ് ആണെങ്കിലോ സർക്കിളിന്റെ y ആണ്. അതെന്താണ്, സർക്കിളിന്റെ y എന്ന് പറയുമ്പോൾ സർക്കിൾ അല്ല, ഇവിടെ എന്താണ്, പരാബോളയാണ്. y എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആണ്, എക്സ് സ്ക്വയർ dx. അപ്പോൾ എന്ത് വരും പറഞ്ഞ്, എക്സ് സ്ക്വയർ ബൈ 2 + 2x ഫ്രം -1 to 1. പിന്നെ ആണെങ്കിലോ എക്സ് ക്യൂബ് ബൈ 3 ഫ്രം -1 to 0. ബേസിക് ഇൻറ്റഗ്രേഷൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബേസിക് ഇൻറ്റഗ്രേഷൻ ആണ്. ഫസ്റ്റ് മക്കൾ എന്ത് കൊടുക്കുക, ഇത് -2 to -1 ആണ് മക്കളെ, -2 to -1 ആണ്, നിങ്ങൾക്ക് അറിയാലോ. അതായത് ഇവിടെ -2 ആണ്, ഇവിടെ -1 ആണ്. സോ -2 മുതൽ -1 വരെയാണ് ഫസ്റ്റ് റീജിയനിലെ ഏരിയ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് 1 കൊടുക്കാം. ദാറ്റ് ഈസ് 1/2 + 2 × 1 2 ആണ് അല്ലേ. എന്താണ് വരുന്നത്, 1/2 പ്ലസ്. ഓക്കെ, നോക്കാം മക്കളെ, അതായത് -1 ആണ്, ഇവിടെ 1 അല്ല, -1 ആണ്. ദാറ്റ് ഈസ് 1/2 + 2 × -1 പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് -2 ആണ്. 1/2 -2. അത് കഴിഞ്ഞു. പിന്നെന്താണ് സെക്കൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ആരാണ്, -2 കൊടുക്കുക. -2 കൊടുക്കുന്ന സമയത്ത് -2 സ്ക്വയർ പറയുമ്പോൾ 4 ആണ്. 4/2 2 ആണ്. 2 + 2 × -2 പറയുമ്പോൾ എന്താ വരിക, -4 ആ വരിക അല്ലേ. ദാറ്റ് ഈസ് എന്താണ്, 2 - 4. ഓക്കെ, ആ ഒരു പോർഷൻ കഴിഞ്ഞു. പിന്നെ എന്താ, നെക്സ്റ്റ് പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 1/3 പുറത്തേക്ക് എടുത്തിട്ട് ചെയ്യുന്നതൊക്കെ എളുപ്പം ഉണ്ടാവുക. സോ 1/3 × x ക്യൂബിന് എന്ത് കൊടുക്കുക, നമുക്ക് 0 കൊടുക്കാം. ഇപ്പം 0 മൈനസ് പിന്നെ കൊടുക്കാം, എക്സ് ക്യൂബിന് -1 കൊടുക്കുന്ന സമയത്ത് -1 ഹോൾ ക്യൂബ് പറയുമ്പോൾ -1. ദാറ്റ് ഈസ് 1/2 -2 -2 + 4 + 1/3 × 1 എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, -2 -2 പറയുമ്പോൾ -4 ആണ്. -4ഉം +4ഉം 0 ആണ്. ഒക്കെ 0 ആയി പോയി. പിന്നെ ആകെയുള്ളത് 1/2 + 1/3 ആണ്. സോ 3 + 2/6 എന്ന് പറയുമ്പോൾ 5/6 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. 5/6 സ്ക്വയർ ഉണ്ട്. ഒന്നുമില്ല, സിമ്പിൾ ആലോചിക്കുക. 2 റീജിയൻ ഉണ്ട്. നമ്മൾ ലിമിറ്റ് എടുത്തത് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഫസ്റ്റ് ലിമിറ്റ് -2 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് -1 0 വരുന്നത് -2 to -1 ആണ് ഫസ്റ്റ് റീജിയനിൽ ലിമിറ്റ് വരുന്നത്. ഓക്കെ, -1 ആണ്. സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് -1 മുതൽ 0 വരെ. അപ്പം -1 to 0 വേണ്ടിട്ട് ഇത് എഴുതി. പിന്നെ എന്താണ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിൽ നോക്കാം നമുക്ക്
Using integration, find the area of the region bounded by the line y is equal to root 3x. The curve y is equal to root of 4 minus x square and the y axis in the first quadrant. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെയാണ് വരിക നോക്കിക്കേ. ലൈൻ എന്ന് പറയുന്നത് y is equal to root 3x ആണ്. നമുക്ക് എന്ത് ചെയ്യാം, y is equal to root 3x എന്ന് പറയുന്ന ലൈൻ ഇതിലൂടെയാണ് പാസ് ചെയ്യുക. അത് ഒറിജിനിലൂടെയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും x 0 ആണെങ്കിൽ y 0 എന്ന പോയിന്റ് ആണ്. അപ്പോൾ അത് ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുക. ദാറ്റ് ഈസ് y is equal to root 3x എന്ന് പറയുന്ന ലൈൻ ഇതാണ്. പിന്നെ എന്താണ് y is equal to root of 4 minus x square. നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക, കൺഫ്യൂസ് ആവരുത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. y is equal to root of 4 minus x square. റൂട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം മക്കൾ, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാം. അപ്പോൾ എന്ത് വരും, y square is equal to 4 minus x square വരും. ഈ x square എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, x square plus y square equal to 4 എന്ന് വരും. ഇപ്പൊ മനസ്സിലായോ എന്താ അത്, ആ സർക്കിൾ ആണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം സർക്കിൾ ആണ്, വിത്ത് റേഡിയസ് എന്താണ് 2 ആണ്. ബിക്കോസ് r സ്ക്വയർ 4 ആയതുകൊണ്ട് റേഡിയസ് എന്താണ് 2 ആണ്. ഈ പോയിന്റ് എന്താണ് 2 0 ആണ്. ഇത് 0 0 ആണ് നമ്മുടെ ഒറിജിൻ. ഓക്കെ, ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആണ്. എന്താ പറയുന്നത്, ഇവര് y ആക്സിസിൽ ഉണ്ടാക്കുന്ന ഏരിയ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉണ്ടാക്കുന്ന ഏരിയ, ആ ഏരിയ പറയുമ്പോൾ ഏതാ മക്കളെ വരിക, ഇത്രയും കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ മാത്രമേ വരുള്ളൂ. ബിക്കോസ് ഏരിയ ഉണ്ടാക്കുന്നത് ഏതുമായിട്ടാണ്, y ആക്സിസുമായിട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം, ഇവിടെയും എന്ത് ചെയ്യണം, രണ്ട് റീജിയൻ വരും. ഇത് റീജിയൻ നമ്പർ 1, റീജിയൻ നമ്പർ 2. രണ്ടിൽ നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത്, വെർട്ടിക്കൽ സ്ട്രിപ്പ് അല്ല, പകരം ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കും കേട്ടോ. ഇവിടെ ഏറ്റവും എളുപ്പം എന്താണ്, ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആണ്. ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് വരുന്നത് y dx ആണോ x dy ആണോ, ഇന്റഗ്രൽ x dy ആണ്. പ്ലസ് എന്താണ് രണ്ടാമത്തെ റീജിയന്റെ ഇന്റഗ്രൽ x dy ഉണ്ടായിരിക്കും. ആദ്യത്തെ റീജിയൻ മക്കൾ ആലോചിക്കുക, ഇതെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സർക്കിൾ ഉണ്ടാക്കുന്ന ഏരിയ ആണ്. ഇതാണെങ്കിലോ ലൈൻ ഉണ്ടാക്കുന്ന ഏരിയ ആണ്. അപ്പൊ രണ്ട് മക്കൾ ആലോചിക്കുക. യെസ്, അപ്പൊ നമുക്ക് ചെയ്യാം, ബാക്കി ചെയ്യാലോ. ഓക്കെ, അപ്പൊ എന്താണ് ലിമിറ്റ് വരുന്ന സമയത്ത് എവിടെ മുതൽ എവിടം വരെ വരും, എല്ലാം പോയിന്റ്സ് നമുക്ക് ആവശ്യമില്ലേ. ഇതെന്താണ് വരിക, ഇത് 0 2 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ബിക്കോസ് റേഡിയസ് 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം, ഈ പോയിന്റ് വേണം അല്ലെ. ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ സർക്കിളും അതേപോലെ തന്നെ ലൈനും ഉണ്ടാക്കുന്ന ഏരിയ ആണ്. y is equal to root 3x എന്ത് കൊടുക്കുക, ഇവിടെ കൊടുത്താൽ പോരെ നമുക്ക്. അപ്പൊ എന്ത് വരും, x സ്ക്വയർ പ്ലസ് root 3x ഹോൾ സ്ക്വയർ പറയുമ്പോൾ ഇറ്റ് ഇസ് 3x സ്ക്വയർ ആണ്. is equal to 4 വരും. 4x സ്ക്വയർ is equal to 4, x സ്ക്വയർ is equal to 1, x equal to പ്ലസ് ഓർ മൈനസ് 1 വരും. അപ്പൊ ഈ പോയിന്റിന്റെ x കോർഡിനേറ്റ് എന്താണ്, 1 ആണ്. y പറയുമ്പോൾ root 3x ആണ്. അപ്പൊ y എന്ത് വരും, root 3 വരും. അപ്പൊ 1 root 3 ആണ് ഈ പോയിന്റ് എങ്കിൽ ഇവിടുത്തെ y കോർഡിനേറ്റ് എന്തായിരിക്കും മക്കളെ, ഇത് root 3 ആയിരിക്കും. x കോർഡിനേറ്റ് 0 ആയിരിക്കും. കിട്ടിയില്ല, അങ്ങനെ ആ പോയിന്റ് പിടിക്കുക. നമുക്ക് റീജിയൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നോക്കാം, ഈ ഒരു റീജിയനിലെ ഏരിയ പ്ലസ് ഈ ഒരു റീജിയനിലെ ഏരിയ ആണ്. അപ്പൊ ഫസ്റ്റ് പറയുമ്പോൾ ലൈൻ ഉണ്ടാക്കുന്ന ഏരിയ 0 മുതൽ root 3 വരെയാണ് വരുന്നത്. ഇന്റഗ്രൽ x dy ആണ്. വൈയുടെ ലിമിറ്റ്സ് നമ്മൾ നോക്കണം അല്ലേ. അപ്പൊ ഇന്റഗ്രൽ 0 to root 3 ആണ് വൈയുടെ ലിമിറ്റ്സ്. സെക്കൻഡ് ആണെങ്കിലോ root 3 മുതൽ 2 വരെയാണ് നമ്മുടെ സർക്കിൾ ഉണ്ടാക്കുന്ന ഏരിയയുടെ ലിമിറ്റ് വരുന്നത്. അപ്പൊ എന്താണ് root 3 to 2. ഇത് ലൈനാണ്, ഇതെന്താണ് സർക്കിൾ ആണ്. ഓക്കെ, അപ്പൊ ലൈൻ ആണെങ്കിൽ എക്സിന്റെ ഇക്വേഷൻ വേണം, സർക്കിളിനാണെങ്കിലും എക്സിന്റെ ഫോമിൽ ഇക്വേഷൻ വേണം. ലൈൻ ആണെങ്കിൽ y is equal to root 3x ആണ്. അപ്പൊ x equal to എന്താ വരിക, x equal to y by root 3 വരും ഇൻറ്റു dy പ്ലസ് എന്താണ് ഇന്റഗ്രൽ root 3 to 2. ഇവിടെ സർക്കിളിന്റെ x ആണ്. സർക്കിൾ പറയുമ്പോൾ x സ്ക്വയർ ഈക്വൽ ടു എന്താണ്, x സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് y സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് x is equal to root of 4 minus x സ്ക്വയർ ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് പോസിറ്റീവ് മാത്രം മതി. That is root of 4 minus x square dy. 4 minus y square dy കേട്ടോ. x അല്ലേ നമുക്ക് ആവശ്യം, root of 4 minus y square dy. ഇനി ചെയ്യാലോ, 1 by root 3 മീൻസ് പുറത്തേക്ക് എടുക്കാം. സോ 1 by root 3 into y dy പറയുമ്പോൾ y square by 2 ആണ് ഇന്റഗ്രേഷൻ വരിക. പിന്നെയോ ഇന്റഗ്രൽ root of 4 minus y square പറയുമ്പോൾ നിങ്ങൾ പഠിച്ചതാണ്, കുറെ തവണ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. എന്താണ് x square by 2 പകരം y square by 2 വരുന്നുള്ളൂ അല്ലേ. എന്താണ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ എന്തായിരുന്നു, root of a square minus x square ഇക്വേഷൻ ആർക്കും അറിയാതെ നേരത്തെ ആണെങ്കിൽ x by 2 root of a square minus x square ആയിരുന്നു. ഇവിടെയാണെങ്കിൽ y by 2 root of a square minus x square പകരം y square ആയി. 4 minus y square പ്ലസ് എന്താണ് a square by 2 that is 4 by 2 sin inverse y by a എന്ന് പറയുമ്പോൾ 2 ആണ്. ഫ്രം root 3 to 2. ഇനി നമുക്ക് എന്ത് കൊടുക്കാം, ലിമിറ്റ് കൊടുക്കാം അല്ലേ. രണ്ട് പേർക്ക് ലിമിറ്റ് കൊടുക്കുകയാണ്. ഫസ്റ്റ് വരുമ്പോൾ 1 by root 3 into y square by 2 നമ്മൾ എന്ത് കൊടുക്കുക, 0 മുതൽ root 3 വരെയാണ്. ഫസ്റ്റ് root 3 കൊടുക്കുകയാണെങ്കിൽ root 3 സ്ക്വയർ പറയുമ്പോൾ 3 ആണ്, 3 by 2 വരും. സെക്കൻഡ് ലിമിറ്റ് 0 ആണ്, കൊടുക്കേണ്ട ആവശ്യമില്ല. പ്ലസ് എന്താണ് സെക്കൻഡ് 2 കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊടുക്കാം. ദാറ്റ് ഇസ് 2 by 2 into root of 4 minus 4 plus 4 by 2 ആണ്. 2 into sin inverse of 2 by 2 പറയുമ്പോൾ എന്താണ് 1 വരും.
അല്ലേ 1 വരും. പിന്നെന്താ വരിക? മൈനസ് സെക്കൻഡ് ലിമിറ്റ് ഏതായിരുന്നു? √3 ആയിരുന്നു. അപ്പൊ √3/2 ഇൻറ്റു √4 മൈനസ് √3 സ്ക്വയർ. √3 സ്ക്വയർ 3 ആണ്. √4 മൈനസ് 3 പറയുമ്പോൾ √1 1 ആണ്. പിന്നെ എന്തുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്? 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് √3/2. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. നമുക്ക് ചെയ്യാം. സോ ഈ 3നെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിയിട്ട് √3 ഇൻറ്റു √3 എഴുതാലോ. അപ്പൊ √3 കട്ട് ചെയ്തിട്ട് √3/2 മാത്രമാവും. അങ്ങനെയാണെങ്കിലോ 2/2 ഇൻറ്റു √4 മൈനസ് 4 പറയുമ്പോൾ അത് 0 ആയിട്ട് പോകും. അവരില്ല. 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുമ്പം 2 ഇൻറ്റു സൈൻ എപ്പോഴാണ് 1 ആവുക? സൈൻ π/2 ആവുന്ന സമയത്ത് മൈനസ് √3/2 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് √3/2 സൈൻ എപ്പോഴാണ് √3/2 ആവുക? സൈൻ π/3 ആവുന്ന സമയത്ത് അത് കണ്ട തന്നെയാണ്. അതുകൊണ്ട് മിസ് എന്ത് ചെയ്യുക? പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. സോ √3/2 പ്ലസ് π മൈനസ് √3/2 മൈനസ് 2π/3. √3/2 മൈനസ് √3/2 കട്ട് ചെയ്ത് പോവും. π മൈനസ് 2π/3 ഈസ് ഈക്വൽ ടു എന്ത് വരും? π/3 നമുക്ക് ആൻസർ കിട്ടും. സോ ദ ആൻസർ വിൽ ബി π/3 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the area of the region bounded by the curve y square equal to 4x and the line x equal to 4a is 256/3 square unit, then using integration find the value of a. അപ്പൊ നേരത്തെ ആണെങ്കിൽ ഏരിയ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ ആണ് ആവശ്യം. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് റീജിയൻ ഒക്കെ വരച്ച് വെക്കാം. y square equal to 4x പറയുമ്പോൾ പരാബോളയാണ്. അത് എങ്ങോട്ടേക്കാ വരിക? y square equal to പറഞ്ഞ പരാബോളയാണെങ്കിൽ അത് എങ്ങോട്ടേക്കാ വരിക? റൈറ്റിലേക്കുള്ള പരാബോളയായിരിക്കും. പഠിച്ചതല്ല ഇതൊക്കെ? കോണിക്ക് പഠിച്ചല്ലേ എല്ലാവരും? സോ y square equal to 4x ഇങ്ങനെ വരും. x equal to 4a എന്ന് പറയുമ്പോൾ ലൈൻ ഏത് കൂടെ വരിക? x equal to 4a ആണെങ്കിൽ x equal to 4a ഇതിലാ പാസ് ചെയ്യുക? ഇതിലൂടെ. x equal to സംതിങ് പോസിറ്റീവ് ആണെങ്കിൽ എന്തായാലും ഇവിടെയല്ലേ വരിക. ഇപ്പൊ 4 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയിരിക്കും x equal to 4a. അപ്പൊ അത്രയും മനസ്സിലായി. ഇത് 0 0 ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് വേണം? y square equal to ഈ പോയിന്റ് നമുക്ക് എന്തായാലും വേണം അല്ലെ? ഈ പോയിന്റ് ആവശ്യമുണ്ട് നമുക്ക് എന്തായാലും. അതായത് x equal to 4a എന്ന് പറയുന്ന ലൈനും ഉണ്ട്, y square equal to 4x എന്ന പരാബോളയും ഉണ്ട്. ഇവർ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ആണ് ഇതും ഇതും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ രണ്ട് പോയിന്റ് കണ്ടുപിടിച്ച് വെക്കാം. കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞ് x equal to 4a ആണ്. അപ്പൊ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ y square equal to 4a ഇൻറ്റു എക്സിന് പകരം 4a. അപ്പം y square is equal to 16a square എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് y is equal to √16a square അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 4a square എന്ന് വരും. ഐ മീൻ പ്ലസ് ഓർ മൈനസ് 4a ആണ്. പ്ലസ് മൈനസ് 4a square അല്ല, പ്ലസ് മൈനസ് 4a. അതായത് ഇതെന്താണ്? 4a ആണെങ്കിൽ താഴെ എന്താണ്? മൈനസ് 4a ആണ്. അത് മനസ്സിലായില്ലേ? y എന്താ വരിക? ഇവിടെ 4a ആണെന്ന് മനസ്സിലായി. ഇത് 4a ഇവിടെ ആണെങ്കിൽ 4a മൈനസ് 4a. ഓക്കെ അല്ലേടാ? x equal to 4a നമുക്കറിയാം. y അതിൽ നമുക്ക് അറിയാത്തതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാം. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്സ് ഇതും ഇതുമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഏരിയ പറയുന്ന സമയത്ത് ഇത്രയും ഏരിയ വേണം അല്ലേ? ഇത്രയും ഏരിയ മിസ് ഷെയ്ഡ് കൊണ്ടിരിക്കുന്ന ഇത്രയും ഏരിയ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളതാ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക പറഞ്ഞേ? എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം? വേർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്താൽ പോരെ? അപ്പൊ മേലത്തെ ഏരിയ കണ്ടുപിടിക്കുക, താഴത്തെ ഏരിയ കിട്ടാൻ വേണ്ടി നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പൊ ആൻസർ ഗിവൺ ആണ്. 256/3 ആണ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു അതായത് ഒരു ഏരിയ കണ്ടുപിടിക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തം ഏരിയ കിട്ടില്ലേ? ഇത് രണ്ടും എന്താണ്? സിമെട്രിക് ആണ്. ഈ റീജിയനും ഈ റീജിയൻ സിമെട്രിക്. നമുക്ക് എന്ത് ചെയ്താൽ ഒന്ന് മാത്രം ചെയ്താൽ മതി, രണ്ട് സെയിം ആയിരിക്കും. ഇന്റഗ്രൽ y dx ആണ്. അപ്പൊ y വേണം, ലിമിറ്റ് വേണം. എവിടെ മുതൽ എവിടെ വരിക? 0 മുതൽ 4a വരെയാണ്. നമുക്ക് എന്ത് ചെയ്യേണ്ട? വൈയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്ത് മതി? dx ആയതുകൊണ്ട് x ലിമിറ്റ് മാത്രം മതി. ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കില്ല ശരിക്കും കേട്ടോ. അപ്പൊ ഇന്റഗ്രൽ 0 to 4a ആണ്. അപ്പൊ y എന്താ വരും ഇവിടെ? പറഞ്ഞേ. y square is equal to 4x ആണെങ്കിൽ y എന്ത് വരും? പറഞ്ഞ എല്ലാരും. y എന്താ ഇവിടെ വരെ? നമുക്ക് എന്ത് വേണം? y is equal to √4ax ആണ് വരിക. ദാറ്റ് ഈസ് 2√ax. അല്ലെങ്കിൽ എന്ത് എഴുതാം? 2√a ഇൻറ്റു √x എന്ന് എഴുതാം. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 4a 2 ഇൻറ്റു √a ഇൻറ്റു √x dx. ഇപ്പൊ 2 ഇൻറ്റു 2√a എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുത്താലോ? ബിക്കോസ് അവർക്ക് കോൺസ്റ്റന്റ് ആണ്. പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് 4√a എന്ന് പറയുന്ന ആള് മൊത്തം പുറത്തേക്കായിരിക്കും ഉണ്ടാവുക. ബാക്കി ഇന്റഗ്രൽ 0 to 4a ആണ്. എന്ത്? √x dx മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കേടാ? ഇവിടെ ആരുണ്ട്? 256/3 ഉണ്ട്. ഓക്കെ. അപ്പൊ 256/3 അടുത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉള്ള 4നെ ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? 3 ഇൻറ്റു 4 ആവും. അടിയിലേക്ക് വരില്ലേ 4? പിന്നെ ആരവിടെ ഉള്ളത്? √a മാത്രമേ ഉള്ളൂ. എനിക്ക് 0 to 4a
റൂട്ട് എക്സിന് നമുക്ക് എന്ത് എഴുതാം? എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം ഇൻറ്റു ഡി എക്സ്. അപ്പോൾ 256 എന്താണ് 12 ആണ് ഇസ് ഈക്വൽ ടു റൂട്ട് എ ഇൻറ്റു 0 to 4 എക്സ് റേസ് ടു 1/2 പറയുമ്പോൾ എന്താണ് ഡിവൈഡ് സമയത്ത് എക്സ് റേസ് ടു 1/2 പ്ലസ് 1/2 പ്ലസ് 1 ആണ്. ഇറ്റ് ഇസ് എക്സ് റേസ് ടു 3/2 ഫ്രം 0 to 4a. യെസ്, ഓക്കെ അല്ലേടാ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 256/12 കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ എന്താ വരിക? 3 വരും. ഇവിടെയാണെങ്കിൽ 64 വരും. 64 × 4 പറയുമ്പോൾ യെസ്, അപ്പോൾ 64/3 വരും. റൂട്ട് എ ഇൻറ്റു ഇത് കൊടുക്കാം, ലിമിറ്റ് കൊടുക്കാം അല്ലേ? അതിൽ എളുപ്പം. അതിന് മുന്നേ നമുക്ക് 3/2 എന്ത് ചെയ്യാം? ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? 3/2 കൊടുക്കുന്ന സമയത്ത് 2/3 ആവും കേട്ടോ. അത്രയും ഓക്കെ. ഈ ലിമിറ്റ് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം? 4a കൊടുക്കുമ്പം 4a all raised to 3/2 മൈനസ് എന്താ വരിക? എക്സ് റേസ് ടു 3/2 മാത്രമേ ഉള്ളൂ. 3/2 താഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? 2/3 ആക്കിയിട്ടുണ്ട്. അപ്പോൾ എക്സ് 3/2 മാത്രമേ അവിടെ ഉള്ളൂ. നെക്സ്റ്റ് 0 ആണ്, കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 0 raised to 3/2 പറയുമ്പോൾ 0 raised to 3/2 എന്താണ്? 0 എന്നല്ലേ വരിക. അപ്പോൾ 64/3 ഈ ഒരു 2/3 നമുക്ക് എന്ത് കൂടെ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 3/2 ആവും. അപ്പുറത്ത് റൂട്ട് എ മാത്രമേ ഉണ്ടായിരിക്കും. ഇവിടെ ആണെങ്കിലോ 4a raised to 3/2 പറയുമ്പോൾ എന്താണ്? നമുക്ക് സ്പ്ലിറ്റ് എഴുതുകയാണെങ്കിൽ ഇറ്റ് ഇസ് 4 raised to 3/2 ഇൻറ്റു a raised to 3/2 ആണ്. ആണല്ലോ. 3യും 3യും കട്ട് ചെയ്തപ്പോൾ 64/2 വരുന്ന സമയത്ത് 32 കിട്ടിയേ. അപ്പോൾ റൂട്ട് എ ഇൻറ്റു 4 raised to 3/2 നമുക്ക് മാറ്റി എഴുതാം. 4 raised to 1/2 ഓൾ ക്യൂബിന് എഴുതാം. എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എം എന്നല്ലേ? അതേപോലെ സെയിം അല്ലേ രണ്ടും? അപ്പോൾ 4 raised to 1/2 ഓൾ ക്യൂബ് പറയുന്നത് 4 raised to 3/2 എന്നല്ലേ? ഇങ്ങോട്ട് എടുക്കാം, a raised to 3/2 കൊടുക്കാം അല്ലേ? അപ്പോൾ ഇതെന്താണ് നോക്കിക്കേ? 32 is equal to റൂട്ട് എ എന്ന് പറയുമ്പോൾ എന്താണ്? അത് a raised to 1/2 ആണ്. 4 raised to 1/2 പറയുമ്പോൾ അത് റൂട്ട് 4 ആണ്. റൂട്ട് 4 പറയുമ്പോൾ 2 ആണ്. 2 ക്യൂബ് പറയുമ്പോൾ 8 ആണ്. അപ്പോൾ ഇതെന്തുണ്ട്? a raised to 3/2 ഉണ്ട്. 8 ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ 32/8 is equal to a raised to 1/2 into a raised to 3/2. 1/2 plus 3/2 പറയുമ്പോൾ എത്രയാണ്? അത് 4/2 ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു a സ്ക്വയർ വരും. ബിക്കോസ് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എം പ്ലസ് എൻ ആയതുപോലെ. അപ്പോൾ 32/8 is equal to a സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് 4 is equal to a സ്ക്വയർ. ദാറ്റ് ഇസ് a is equal to പ്ലസ് ഓർ മൈനസ് 2 ആയിരിക്കും. ഇത്രയോട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായിരുന്നു ആവശ്യം? എയുടെ വാല്യൂ ആണ് ആവശ്യം. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് വാല്യൂ എടുത്താൽ മതി? പ്ലസ് ഓർ മൈനസ് 2ൽ 2 മാത്രം എടുത്താൽ മതി. ദാറ്റ് ഈസ് a is equal to 2 is the right answer. ഓക്കെ, ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y സ്ക്വയർ ഈക്വൽ ടു 4x y ആക്സിസ് ആൻഡ് y is equal to 3. അതായത് ഇവർ 3 പേരും കൂടി ഉണ്ടാക്കുന്ന ഏരിയ y സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുമ്പം അത് ഏതാണ്? അത് പരാബോളയാണ്. ഓക്കെ, നമുക്ക് വരച്ച് നോക്കാം. ഏതാണ് ഇത്? ഇങ്ങനെയുള്ള പരാബോള. നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. y സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുമ്പം എവിടെ വരിക? ഇങ്ങനെയായിരിക്കും പരാബോള വരിക. ഇറ്റ് ഇസ് y സ്ക്വയർ ഈക്വൽ ടു 4x. ഓക്കെ, y ആക്സിസും ഉണ്ട്, y is equal to 3 ഉണ്ടല്ലോ. അപ്പോൾ 3 പറയുമ്പം ഇതാണ് y-ലെ 3 എന്ന് പറയുമ്പം അതിലൂടെ പാസുന്ന ലൈനാണ് y is equal to 3. ഓക്കെ, ഇത്രയും നമുക്കറിയാം. അപ്പോൾ ഇവരും അതേപോലെ y ആക്സിസ് ഉണ്ടാക്കുന്ന ഏരിയ ആണ് ആവശ്യം. അപ്പോൾ ഏത് പോർഷൻ ഏരിയ മാത്രം മതി നമുക്ക്? ഇത്രയും പോർഷനിലെ ഏരിയ മാത്രം മതി കേട്ടോ. വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല. എങ്ങനെ ചെയ്യും? നമുക്ക് ഏറ്റവും എളുപ്പം ഏതായിരിക്കും? ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കുന്നതായിരിക്കും എളുപ്പം ഉണ്ടാവുക. അപ്പോൾ എന്ത് വേണം? ഇന്റഗ്രൽ എക്സ് ഡി വൈ ആണ് ആവശ്യം. എക്സ് ഡി വൈ പറയുമ്പോൾ ആരുടെ ലിമിറ്റ് വേണം? y ലിമിറ്റ്സ് വേണം അല്ലേ? അതായത് ആലോചിക്കേണ്ട പ്രത്യേക കാര്യം, ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ ഈ ഒരു പോർഷന്റെ അണ്ടറിലെ ഏരിയ ആണ് വരുന്നത്. ഈ കർവിന്റെ അണ്ടറിലെ ഏരിയ ആണ് വരുന്നത് കേട്ടോ. പിന്നെ എക്സ് ഡി വൈയിൽ എക്സ് എന്ന് പറയുമ്പം y സ്ക്വയർ ഈക്വൽ ടു 4x ആണെങ്കിൽ എക്സ് എന്താ വരിക? y സ്ക്വയർ ബൈ 4 വരെ എക്സ് അല്ലേ? അപ്പോൾ നമ്മൾ ഒന്ന് കൊടുക്കണം എക്സിന് പകരം y സ്ക്വയർ ബൈ 4 കൊടുക്കണം. ഡി വൈ വേണം. ലിമിറ്റ് ആണെങ്കിലോ y-യുടെ ലിമിറ്റ് ആണോ? യെസ്. അതായത് ഇവിടെ 0 ആണ്. 0 മുതൽ 3 വരെയാണ് റീജിയൻ വരുന്നത്. ഇന്റഗ്രൽ 0 to 3 y സ്ക്വയർ ബൈ 4 ഡി വൈ ആ വരിക. 1/4 കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ 0 to 3 y സ്ക്വയർ ഡി വൈ എന്ന് വരും. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു ഇന്റഗ്രൽ y സ്ക്വയർ ഡി വൈ പറയുമ്പോൾ ഇറ്റ് ഈസ് y ക്യൂബ് ബൈ 3 ആണ്. ഫ്രം എന്താണ്? 0 to 3 ആണ്. ഓക്കെ, ഇത്രയും ഓക്കെ. സോ 1/4 ഇൻറ്റു y ക്യൂബിന് പകരം 3 ക്യൂബ് കൊടുക്കുക. 3 ലിമിറ്റ് അല്ലേ നമുക്ക് വരുന്നത് ഫസ്റ്റ്. അപ്പോൾ 3 ക്യൂബ് ബൈ 3 പറയുമ്പം ഇറ്റ് ഇസ് 27/3 ആണ്. സെക്കൻഡ് ലിമിറ്റ് 0 ആണ്. കൊടുക്കുമ്പോൾ എന്തായി പോവും? 0 ആയിട്ട് പോവും. ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 27/3 പറയുമ്പോൾ 27/3 9 ആണ്. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 9 പറയുമ്പോൾ 9/4
സ്ക്വയർ കൊണ്ടായിരിക്കുന്ന ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആരും എന്ത് ചെയ്യരുത്, മിസ്റ്റേക്ക് വരുത്താതിരിക്കുക. ഇതുപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ചെയ്യണം. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് കണ്ടത് നല്ലോണം എന്ത് ചെയ്യുക, എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ത് ചെയ്യുക, ശ്രമിച്ച് നോക്കുക. എന്തായാലും എന്ത് ചെയ്യുക, വളരെ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. മക്കൾ നല്ലോണം എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ബൈ.